നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാധനം മേടിച്ച്. എന്ത് സാധനം എന്നല്ലേ, വേറെ ഒന്നുമല്ല കേട്ടാ, ഒരു സൈക്കിളാണ്. ഒരു സൈക്കിളല്ല, 2 സൈക്കിൾ മേടിച്ച്. ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ട് നോക്കിയിട്ട് വല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല സൈക്കിളാണ്. നമ്മളുടെ പരിചയത്തിലുണ്ടായിരുന്ന ഒരാളുടെ നിന്ന് ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ മേടിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ അറിയാമല്ലോ, ആരും 2 വീലറൊന്നും അങ്ങനെ ഉപയോഗിക്കണില്ല, എല്ലാവരും സൈക്കിൾ തന്നെ ഉപയോഗിക്കണം. ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം കടയിലൊക്കെ പോകാനാണെന്നുണ്ടെങ്കിലും ഉപകാരമുള്ളതുകൊണ്ട് മേടിച്ചാണ്, ചെറിയ റേറ്റിൽ കിട്ടിയോണ്ട് മേടിച്ചാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ആൾക്കാർ സൈക്കിളൊക്കെ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ റേറ്റിൽ നല്ല നല്ല സൈക്കിളൊക്കെ കൊടുക്കായിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് നേരിട്ട് പോയി കണ്ടുപോയിക്കാൻ നല്ല സൈക്കിളൊക്കെ കിട്ടും. ഇനി അതുമല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സൈക്കിൾ ഷോപ്പ് നിങ്ങൾ നിൽക്കുന്ന സിറ്റിയുടെ അടുത്തുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഇവിടെ പുതിയ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ചോദിച്ചാൽ അവിടെ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് അത്യാവശ്യം ഒരു 30 യൂറോ 20 യൂറോ മുതൽ നല്ല സൈക്കിളുകളുണ്ട്. ഇപ്പോൾ ഗിയറുള്ള സൈക്കിളാണെങ്കിൽ ഒരു 50 യൂറോ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് നല്ല സൈക്കിൾ നോക്കി എടുക്കാനുള്ളൂ. പിന്നെ ഇവിടെ എല്ലാവരുടെ കയ്യിലും സൈക്കിൾ തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ കാറാണ്. കാറ് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അവരുടെ മേടിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.